ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കായപ്പോളൻ്റെ ആണ്. അതിനുവേണ്ടി 3 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കുക. കുറച്ച് മുന്തിരി വറുത്ത് മാറ്റി വെച്ചിരുന്നു. ആ പ്ലേറ്റിലേക്ക് തന്നെ ഈ പഴം വാട്ടിയത് മാറ്റി വെക്കാം. ഇനി അരക്കപ്പ് സേമിയൻ വറുത്ത് മാറ്റി വെക്കാം. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുക. പാൽ നല്ലോണം തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഈ സേമിയനിലേക്ക് വറുത്ത് മാറ്റി വെച്ച പഴവും മുന്തിരിയും പാടും നല്ലോണം ചേർത്ത് മിക്സാക്കി കൊടുക്കുക. മിക്സി ജാർ എടുത്ത് 5 മുട്ട ഇതിലേക്ക് ചേർക്കുക. 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി, 1/2 കപ്പ് പാല്. ഞാൻ വീണ്ടും 1/2 കപ്പും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ചൂടായിട്ട് വേണം അതിലേക്ക് ആ മിക്സ് ഒഴിക്കാൻ. ഇനി പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിൽ അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ പാടും നമ്മളെ കായപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് റെഡി ആയിക്കണോ ഇല്ലേ എന്നുള്ളത്, ഉള്ളൊക്കെ വെന്തുക്കണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കോ ചെറിയൊരു കത്തി എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ആദ്യമൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കായപ്പോള റെഡിയാവും. അപ്പോൾ ഇതാ കായപ്പോള റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.